ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരു കുരങ്ങൻകുട്ടിയുടെയും പാവയുടെയും അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും, ഇതെന്താ ഇങ്ങനെ ഇന്ന് രാവിലെ മുതലാണ് കണ്ടത്. പാവയുടെയും ഒരു കുരങ്ങൻകുട്ടിയുടെയും അവസ്ഥ ഇങ്ങനെ കാണുന്നു. കുരങ്ങൻകുട്ടി കരയുന്നു. കുരങ്ങൻകുട്ടീൻ്റെ തള്ളയും പിന്നെ കൂടെയുള്ളവരെല്ലാം ആട്ടി ഓടിക്കുന്നു. അപ്പോൾ അതിന് തുണയായിട്ട് വന്നത് ഒരു പാവക്കുട്ടിയാണ് കേട്ടോ. അപ്പം അതെന്താ, അതിൻ്റെ കഥ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും അല്ലേ. അതുപോലെ ഞാനും രാവിലെ തന്നെ ഇൻസ്റ്റ തുറന്നപ്പോൾ ഞാൻ ഇതാണ് കാണുന്നത്. അപ്പോൾ ഞാനും ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തു നിന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കഥ മനസ്സിലായി കേട്ടോ, കഥ കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ആരും പൊങ്കാലയിടാൻ വരണ്ട, ഇവർക്ക് റമദാൻ മാസമായിട്ട് വേറൊന്നും പണിയില്ലേന്ന്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഒരുപാട് സങ്കടം തോന്നി. കാരണം ആരുമില്ലാത്തവർക്ക് കെട്ടിപ്പിടിച്ച് കരയാൻ ഒരു തലയാണി പോലും ഇല്ലാത്ത ഒരവസ്ഥ വരും. അതുപോലെ പഞ്ചിന് പ്ലഷിനെ കിട്ടിയ കഥ. കെട്ടിപ്പിടിച്ചു കരയാൻ ഒരു തലയിണ പോലും ഇല്ലാത്തവരുടെ ജീവിതത്തിലെ ശൂന്യതയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ മാസം പെൻഗിന് കൊണ്ടുപോയെങ്കിൽ ഈ മാസം ഈ കുരങ്ങൻകുട്ടി കൊണ്ടുപോയി. 7 മാസം മുമ്പ് ജപ്പാനിലെ ഒരു സൂവിലെത്തുന്നതാണ് പഞ്ച് എന്ന പേരിലെ ഈ കുരങ്ങുകുട്ടി. ജനിച്ച മുതലേ അമ്മയെ നഷ്ടപ്പെട്ട അവനെ സൂവിലെത്തിയപ്പോൾ മറ്റു കുരങ്ങന്മാർ ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ആട്ടി ഓടിക്കാനും ആക്രമിക്കാനും ഒറ്റപ്പെടുത്താനും തുടങ്ങി. ഇത് കണ്ട സൂ കീപ്പർ അവനൊരു പ്ലഷ് എന്ന സോഫ്റ്റ് ടോയിയെ സമ്മാനിക്കുകയും ശേഷം കാണുന്ന കാഴ്ച മറ്റുള്ളവർ ആട്ടി ഓടിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ആക്രമിക്കുമ്പോഴൊക്കെയും ഈ പാവക്കുട്ടിയെ എടുത്തിട്ട് അതിന്റെ കൂടെ നടന്ന് അതിനെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന പഞ്ചിനെയാണ്. ഈ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഹൗ ഇമ്പോർട്ടന്റ് ഈസ്